ഹരേ കൃഷ്ണ. ഞാനിന്ന് ഏകാദശിയെക്കുറിച്ചാണ് പറയുന്നത്. ഏകാദശി എന്ന് വെച്ചാൽ ഈ മലയാള മാസം ഇടവ മാസം, അതായത് ജൂൺ മാസത്തെ ആദ്യത്തെ ഏകാദശി വരുന്നത് ജൂൺ 6-ാം തീയതിയാണ്. ശുക്ലപക്ഷ ഏകാദശിയാണ്. ആ ഏകാദശിയുടെ പേരെന്ന് വെച്ചാൽ നിർജ്ജല ഏകാദശി. നീരെന്ന് വെച്ചാൽ ജലം, എന്ന് വെച്ചാൽ ജലത്തിനെ ഉപേക്ഷിച്ചുകൊണ്ട്. അപ്പോൾ ജലം പോലും, നമ്മൾ വെള്ളം പോലും കുടിക്കാതെ അത്ര ഉപവാസത്തിൽ ഉള്ള ഏകാദശിയാണ് നിർജ്ജല ഏകാദശി. സാധാരണ ഏകാദശികളിൽ ചിലരൊക്കെ നട്ട്സുകളോ പഴങ്ങളോ എന്തെങ്കിലും പാലോ ഒക്കെ കഴിക്കുമായിരുന്നു. പക്ഷേ ഈ നിർജ്ജല ഏകാദശിക്ക് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ പരിപൂർണമായിട്ട് ആ ഒരു ഉപവാസത്തിലോട്ട് ആയിരിക്കണം. ഇതെന്ന് വെച്ചാൽ ഭീമസ് ഏകാദശി എന്നും പറയുന്നുണ്ട്. എന്നാൽ പാണ്ഡവരും കുന്തി ദേവിയും 24 ഏകാദശിയും പിടിക്കുമെങ്കിൽ ഭീമൻ മാത്രമേ ഏകാദശി വ്രതം എടുക്കാറില്ല. കാരണം ഭീമന് എപ്പോഴും ആഹാരം കഴിക്കണമല്ലോ. അതുകൊണ്ട് ഈ ഏകാദശികളൊന്നും ഭീമൻ എടുക്കാറില്ല. അങ്ങനെ നിർജ്ജല ഏകാദശി വരുമ്പോഴത്തേക്ക് ഭഗവാൻ പറയും, ഭീമ നീ ഈ ഏകാദശിയെങ്കിലും എടുക്കണം. അപ്പോൾ ഭീമൻ പറയും, എനിക്ക് ഇതിന് കഴിയത്തില്ല, എനിക്ക് നീ വ്യാസമഹർഷിയോട് പോയി ചോദിക്കാൻ പറയും. അങ്ങനെ വ്യാസ മഹർഷി പറയും, ഭീമ നീ ഈ നിർജ്ജല ഏകാദശി എടുക്കണം, എല്ലാം ഉപേക്ഷിച്ച് നീ ഒന്ന് എടുത്തു നോക്കൂ, നിനക്ക് ഇഹലോകത്തിലും പരലോകത്തിലുമൊക്കെ നിനക്ക് അതിൻ്റേതായ പുണ്യം, ഭഗവാന്റെ മഹാവിഷ്ണുവിൻ്റേതായ ആ ഒരു പുണ്യം നിനക്ക് ഉണ്ടാകും. അതുകൊണ്ട് നീ ഈ നിർജ്ജല ഏകാദശി എടുക്കണം, ഈ നിർജ്ജല ഏകാദശി വ്രതം, ഈ നോമ്പ് നീ എടുക്കണം. അങ്ങനെ ഭീമസേനോട് വ്യാസമഹർഷി പറയുകയും ഭീമസേനൻ ആ നിർജ്ജല ഏകാദശി ഈ ഒരു ദിവസത്തേക്ക് എടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ യാതൊന്നും ജലം പോലും ഉപേക്ഷിക്കുന്ന ആ ഒരു ഏകാദശിയാണ് നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത്. അതിന് നമുക്ക് എത്രയായാലും ആ ജലം പോലും ഉപേക്ഷിച്ച് ഒന്നും കഴിക്കാതെ നമ്മൾ പരിപൂർണമായ ഉപവാസത്തിലെടുത്താൽ ഭഗവാന്റെ അതായത് വൈകുണ്ഠത്തിലോട്ട് നമ്മൾക്ക് ഭൂമിയിലെ എല്ലാ പാപദോഷങ്ങളും അവസാനിപ്പിച്ച് വൈകുണ്ഠത്തിൽ തന്നെ ഭഗവാന്റെ അടുത്തേക്ക് തന്നെ പോകാൻ ഉള്ള ആ ഒരു വ്രതമാണ് ഈ ശുക്ലപക്ഷത്തിലെ, അതായത് ശുക്ലപക്ഷത്തിലെയാണ് നിർജ്ജല ഏകാദശി വരുന്നത്. അത് 2025 ജൂൺ 6-ാം തീയതിയാണ്, 7-ാം തീയതിയാണ് വ്രതം അവസാനിപ്പിച്ച് പാരണ വീടുന്നത്. അപ്പോൾ നിർജ്ജല ഏകാദശി, അതായത് ഇടവ മാസത്തിലെയും ജൂൺ 6-ാം തീയതിയാണ് വരുന്നത്. ഈ മാസത്തിലെ ഏകാദശി, ആദ്യത്തെ ഏകാദശി വരുന്നത് കൊണ്ട് ഇതിന് നിർജ്ജല ഏകാദശി എന്നാണ് അറിയപ്പെടുന്നത്. ഹരേ കൃഷ്ണ. ഇതാണ് ഏകാദശി എടുത്താൽ 24 ഏകാദശി ഉണ്ടെങ്കിലും എല്ലാവരും ഒരു മാസത്തിൽ ചിലപ്പോൾ ഒരു ഏകാദശിയോ ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഈ നിർജ്ജല ഏകാദശിയുടെ അതിപ്രാധാന്യമാണ്. കാരണം അതികഠിനമായ ഒരു ഏകാദശിയാണ് നിർജ്ജല ഏകാദശി. ഏകാദശിയുടെ പുണ്യം എല്ലാവർക്കും പറയും. ഏകാദശി വ്രതങ്ങളും ഇപ്പോൾ തലേ ദിവസം തന്നെ, അതായത് തലേ ദിവസം 5-ാം തീയതി തന്നെ ഒരിക്കലെടുക്കണം. ഒരു നേരം അരി ആഹാരം കഴിക്കുക. പിറ്റേ ദിവസം കാലത്തെ കുളിച്ച് ശുദ്ധമായി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഏറ്റവും പ്രാധാന്യം. കാരണം ശുക്ലപക്ഷ ഏകാദശിയുടെ പ്രാധാന്യം മഹാവിഷ്ണുവിനാണ്. ആ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പോകുക. പക്ഷേ തുളസി ഇല ഒഴിച്ച് ബാക്കി എന്തെങ്കിലും ഭഗവാന് കൊണ്ടു കൊടുക്കുകയോ വെള്ളപ്പൂക്കളോ താമരയോ ഒക്കെ കൊണ്ടു കൊടുക്കാം. തുളസി നമ്മൾ നുള്ളാൻ പാടില്ല. കാരണം തുളസി ദേവിയും അന്നത്തെ ദിവസം വ്രതത്തിലാണ്. അപ്പോൾ 6-ാം തീയതി പൂർണ്ണ ഉപവാസം എടുത്ത് ഇനി നമുക്ക് നാരായണീയ, ഭഗവത്ഗീത, ഭാഗവതം, ഇതെല്ലാം സഹസ്രനാമങ്ങൾ, വിഷ്ണു സഹസ്രനാമങ്ങളെല്ലാം ഭഗവാന്റെ കീർത്തനങ്ങളും നാമങ്ങളുമൊക്കെ ചൊല്ലി ആ ദിവസം പരിപൂർണമായ ഉപവാസത്തോടുകൂടി ഏകാദശി വ്രതം നമ്മൾ അനുഷ്ഠിക്കണം. പിറ്റേ ദിവസം 7-ാം തീയതി രാവിലെ പോയി വിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് വിഷ്ണു ക്ഷേത്ര അഭിഷേകം വാങ്ങിച്ച് നമ്മൾക്ക് പാരണ വീടാവുന്നതാണ്. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണ രാധാർപ്പണ. നമസ്തേ. ജയ ശ്രീ രാധേ രാധേ.